നമസ്കാരം. അന്ധമായ മുസ്ലിം വിരോധം കൊണ്ട് അമേരിക്കയെ സപ്പോർട്ട് ചെയ്തും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തും ഇറാനെ പ്രതിക്കൂട്ടിൽ നിർത്തിയും ഇറാനിൽ മുഴുവൻ തീവ്രവാദികളാണ് അവിടെയുള്ളവരൊക്കെ ആരൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ കൂടെ നിന്നിരുന്ന ഇവിടുത്തെ രാജ്യസ്നേഹികൾ ചിലർ അവർ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയെ കണ്ടില്ല എന്ന് നടിക്കുന്നു. അവരുടെ രാജ്യസ്നേഹമൊക്കെ എങ്ങോട്ട് പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ട്രംപ് പറഞ്ഞത് അടുത്ത ഒരു മാസത്തേക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഞാൻ അനുവാദം കൊടുത്തിരിക്കുന്നു എന്നാണ്. ആർക്ക്? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിന്, അതല്ലെങ്കിൽ ഇന്ത്യക്ക്, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്, ഭാരതത്തിന് അനുമതി കൊടുത്തിരിക്കുന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ കൊണ്ടുവരാൻ ഇത് അമേരിക്കയുടെ അനുമതി വല്ലതും ചോദിച്ചോ? അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അനുമതി ആവശ്യമുണ്ടോ? ഇയാൾ ആര്? കൊച്ചി രാജാവിന്റെ ചെറുമോനാണ്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അങ്ങനെയുള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യാനും അങ്ങനെയുള്ളവരെ താങ്ങാനും ഇവിടെ രാജ്യസ്നേഹം തുളുമ്പി നിൽക്കുന്നവരുണ്ടല്ലോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ ഇന്ത്യ വാങ്ങാൻ തുടങ്ങിയത് ഇന്നും നിലയൊന്നുമല്ല, നേരത്തെ തന്നെ വാങ്ങുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് കാര്യമായിട്ട് വാങ്ങാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അതായത് ഇന്ത്യയുടെ മേലാൻ കയറി കുതിര മേഞ്ഞു കളയാം, ഇന്ത്യ അങ്ങ് ചവിട്ടിക്കൂട്ടികളായെന്ന് കരുതിയപ്പോൾ എന്നാ പിന്നെ നമുക്കൊന്നത് നോക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ആമ്പേരുള്ള ഒരു ഭരണാധികാരി എടുത്തിട്ടുള്ള ധീരമായ ഒരു നിലപാട്. ആ നിലപാട് ഇന്ത്യയുടെ നിലപാടായതുകൊണ്ട് അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ആരായാലും ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് ഇന്ത്യൻ പൗരന്റെ ഉത്തരവാദിത്തമാണ്. ആ രാജ്യസ്നേഹം അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോഴാണ് അന്ധമായിട്ടുള്ള, നേരത്തെ പറഞ്ഞതുപോലുള്ള ഇറാനോടുള്ള വിരോധം നിമിത്തം, അതായത് ഇറാൻ ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട്, അത് ഇവിടുത്തെ സുന്നിയോ അല്ലെങ്കിൽ ഷിയോ അങ്ങനെയൊന്നുമല്ല, പേര് അങ്ങനെയാണല്ലോ, ആയത്തുള്ള ഖൊമേനി എന്നൊക്കെ ആയതുകൊണ്ട് ആ ഇറാനോടുള്ള ഒരു തരം വിരോധം. ഇവിടെ ഇന്ത്യക്കാരെ എന്തെങ്കിലും ദ്രോഹം ചെയ്തുകൊണ്ടോ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടൊന്നുമല്ല, ഇന്ത്യക്കാർക്ക് ദ്രോഹവും ചെയ്തിട്ടില്ല. എങ്കിലും ആ ഒരു വർഗീയ ഒരു വിരോധം വെച്ചുകൊണ്ട് അമേരിക്കയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വന്ന ഒരു പ്രസ്താവനയെ ഒരു തരത്തിലും ഒരു എതിർത്ത് കണ്ടില്ല. ഏത്? നേരത്തെ രാജ്യസ്നേഹം തുളുമ്പി പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരുന്ന, വർഗീയത വിളമ്പിക്കൊണ്ടിരുന്നവരാരും ട്രംപണ്ണന്റെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ ശബ്ദിച്ച് കണ്ടില്ല. എന്തായിരിക്കും കാരണം? രാജ്യസ്നേഹം നഷ്ടപ്പെട്ടതാണോ അതോ മിണ്ടാട്ടം മുട്ടിയതാണോ? Different angles. Don't forget to subscribe and support this channel.